മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നുള്ള ചർച്ച സജീവമായി നിൽക്കുമ്പോൾ റോഡിലെ ഈ പ്രകടനങ്ങൾ നടക്കുന്നു. ഒരുപക്ഷെ ഒരു അതിര് കടന്ന പ്രകടനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഈ ചീത്തവിളിയും ഒക്കെ അങ്ങനെ സജീവമായപ്പോഴാണ് ലിജുവിൻ്റെ കുറച്ച് ശക്തമായ ഒരു പ്രതികരണം നമ്മൾ കണ്ടത്. അതായത് പൊടിക്കടങ്ങണം എന്ന് ഈ പ്രകടനക്കാരോട് പറഞ്ഞു. അത് പറഞ്ഞതോടെ ഈ പ്രകടനക്കാർ മുഴുവൻ ലിജുവിന് നേരെ തിരിയുന്ന ഒരു കാഴ്ച. അപ്പോൾ ആ സാഹചര്യം അങ്ങനെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നോ? അല്ല, ഞാനൊന്ന് നമുക്കൊരു പൊതുവായി നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. പരമാവധി നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ആളുകളെ ഇപ്പോൾ ചർച്ചകളിലാണല്ലോ നമ്മൾ എന്നെ ഇപ്പോൾ ആളുകൾ കൂടുതൽ കാണുന്ന എവിടെ ആയിരിക്കും? സംവാദങ്ങളിലായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായ ഒരു ബോധ്യത്തോടെ നമ്മൾ തീരുമാനിച്ചാണ് പോകുന്നത്. ഒരു വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് പ്രകോപനം ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്ത് പ്രകോപനത്തിൻ്റെ ആവശ്യമില്ല. കാരണം ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു സംവാദത്തിനപ്പുറത്ത് നമ്മൾ എന്താണോ പറയുന്നത് എന്ന് സമൂഹത്തിന് അറിയാൻ വേണ്ടി നടക്കുന്ന ഒരു കോൺവെർസേഷനാണത്. അപ്പോൾ നമ്മൾ വളരെ കാര്യമായി സംസാരിക്കും. അപ്പോൾ ആളുകൾ പൊതുവായി തന്നെ ഞാൻ ഇടപെടുന്നൊരു രീതി, ആളോട് സംസാരിക്കുന്ന രീതിയും ചർച്ചകളുടെ രീതിയും വെച്ച് ഞാൻ അങ്ങനെ രൂക്ഷമായി സംസാരിക്കുന്നത് അധികം ആരും കണ്ടിട്ടില്ല. പക്ഷേ എന്നാൽ ഞാൻ രൂക്ഷമായി അഷ്നനെ അറിയാം. ഞാൻ വിവിധ വിഷയങ്ങളിൽ അതിരൂക്ഷമായി തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തൊക്കെ തന്നെ ശരീരഭാഷയിൽ അല്പം എനിക്ക് തന്നെ പിന്നീട് തിരുത്തേണ്ടതെന്ന് തോന്നുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ മനുഷ്യരെന്ന നിലയിൽ ഏറ്റവും സൗമ്യമായി സഹിഷ്ണുതയോടെ സംസാരിക്കുമ്പോൾ തന്നെ ആത്മരോഷം വരുമ്പോൾ ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അന്ന് ഒരു ലോങ് ഷെഡ്യൂളിന് ശേഷം ഞാൻ നിൽക്കുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ എന്നോട് ഇതുമായി ബന്ധപ്പെട്ട് എന്നോട് ആ ചോദ്യമാണ് ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നത്, നാട്ടിലാകമാനം പ്രകടനങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ നേതാക്കന്മാരായിരിക്കുന്ന കെ.സി. വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് കീറുന്നു, വി.ഡി. സതീശൻ്റെ ഫ്ലെക്സിൽ പോയി തുപ്പുന്നു, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എല്ലാ നേതാക്കന്മാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു, ഇത് കോൺഗ്രസ് കലാപത്തിൻ്റെ വക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാണുമ്പോൾ നമ്മൾ കേരളം ഇത്തവണ ജയിച്ചു. യു ഡി എഫ് ജയിച്ചത് UDF പ്രവർത്തകരുടെ അനുഭാവികളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല. ഈ 102 സീറ്റ് ലഭിക്കുമ്പോൾ തളിപ്പറമ്പ് ജയിക്കുന്നു, പിന്നെ ധർമ്മടത്ത് 6 റൗണ്ട് മുന്നിൽ നിൽക്കുന്നു. കായംകുളത്ത് ഞാൻ ജയിച്ച കായംകുളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം പരിഗണിച്ച് കഴിഞ്ഞാൽ അതൊരു ഇടതുപക്ഷ മണ്ഡലമാണ്. അപ്പം ജനം വോട്ട് ചെയ്ത് നമ്മളെ ജയിപ്പിച്ചാണ്. അപ്പം ജനത്തിൻ്റെ ഒരു മുമ്പിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം ഓരോ സ്ഥലങ്ങളിൽ ക്യാമ്പയിന് വന്ന നേതാക്കന്മാർ വി.ഡി. സതീശൻ ക്യാമ്പയിൻ ചെയ്യുന്നു, കെ.സി. വേണുഗോപാലിൻ്റെ ശക്തമായ പ്രചരണം ഉണ്ട്, രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നു. ആ പ്രചരണത്തിലെല്ലാം പങ്കെടുത്ത് വിജയിപ്പിച്ച ജനത്തിൻ്റെ മുമ്പിൽ ഒരു ഭാഗം ആളുകൾ പറയുകയാണ്, കുഴപ്പക്കാരനായിരുന്നു, ഇവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. അപ്പം ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. നമുക്ക് 3 നേതാക്കന്മാരുടെ പേര് ഉയർന്നു വന്നു ജനാധിപത്യപരമായി. അതിനകത്ത് തെറ്റില്ല. പേര് പറഞ്ഞ അയോഗ്യ ആളുകളാണോ? കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടോ പറഞ്ഞു നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതായിട്ടില്ല വരാൻ തീരുമാനിക്കും. അപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നമ്മൾ ചുമതലപ്പെടുത്തി. പാർലമെന്ററി പാർട്ടി കൂടി ഒറ്റവരി പ്രമേയം പാസാക്കി മല്ലികാർജ്ജുന ഖാർഗെയെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഖാർഗെജി ഇനി തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതൃത്വത്തോട് ചർച്ച ചെയ്യുന്നു. നമ്മളെല്ലാ MLA-മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു, MP-മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, നേതാക്കന്മാരുടെ അഭിപ്രായം. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു നമ്മളേറ്റവും വിശ്വസിക്കുന്ന ഒരു നേതൃത്വം തീരുമാനമെടുക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അപ്പം നമുക്ക് നേതാക്കന്മാർക്ക് വേണ്ടി പ്രകടനം നടത്തുന്നതിനൊന്നും തെറ്റില്ല. പ്രകടനം എത്രയോ ആരാധകർ പ്രകടനം നടത്താറില്ലേ, അതിനെന്താ തെറ്റ്? പക്ഷെ പ്രകടനം നടത്തുന്നവർ പോയി കെ.സിയുടെ ഫ്ലെക്സ് കീറുക, വി.ഡി. സതീശൻ്റെ ഫ്ലെക്സ് തുപ്പുക, രമേശ് ചെന്നിത്തല ഏറ്റവും കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു നടക്കുക, ഇത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഉയർത്തിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് ആ ആരാധകരോടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഒരു പൊടിക്കടങ്ങാൻ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഞാൻ സാധാരണ സംസാരിക്കുന്നത് മാത്രമല്ല, എനിക്കത് പിന്നെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നി കുറച്ച് സമചിത്തതയോടെ സംസാരിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഷ വളരെ നമ്മൾ എപ്പോഴും ഒരേ മാനസികാവസ്ഥയിലോ ഒരേ ശാരീരികാവസ്ഥയിലോ അല്ലല്ലോ പോകുന്നത്. നമ്മളൊരു ദിവസം നീണ്ടൊരു ഷെഡ്യൂളിൽ ചിലപ്പോൾ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മുടെ പെരുമാറ്റത്തിൽ ചിലപ്പോൾ പ്രതിഫലിച്ചു. ഇപ്പം വീട്ടിൽ പോലും നമ്മൾ ഒരേ അവസ്ഥയിലാണോ സംസാരിക്കുന്നത്? അങ്ങനെയല്ല. നമ്മൾ മനുഷ്യർക്കെല്ലാം ഓരോ അവസ്ഥ, ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ എനിക്കൊന്നും കടുത്ത രോഷം എൻ്റെ മനസ്സിലുണ്ട്, അതാണ് റിഫ്ലക്റ്റ് ചെയ്തത്. മാത്രമല്ല ആ ഒരു പ്രതികരണത്തെ പലരും വളരെ തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. അപ്പം ഞാൻ രാഹുൽ ഗാന്ധിയെയും ഖാർഗെജിയെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിൽ രാഹുൽ ഗാന്ധിയുടെ വലിയ ആരാധനയുള്ള ഒരാളാണ്.
എന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് തന്നെ അദ്ദേഹം നേരിട്ട് ടാലൻറ്റ് സെർച്ചിലൂടെ നടത്തി. ഞാൻ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചുമതലക്കാരനായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തൊരു വ്യക്തിപരമായി തന്നെ വലിയ ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഈ രാജ്യത്ത് അദ്ദേഹം നടത്തുന്ന പോരാട്ടങ്ങൾ ഏത് നേതാവും നടത്തുന്ന പോരാട്ടങ്ങളെക്കാളും വലിയ ഒരു പോരാട്ടം. അപ്പം നമ്മൾ അദ്ദേഹത്തിലാണ്, ഞാൻ പറഞ്ഞു ഈ 3 നേതാക്കന്മാരല്ല, 4മതൊരു നേതാവിനെയാണ് മുഖ്യമന്ത്രിയായ അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെങ്കിലും എൻ്റെ നിലപാട് അതിനൊപ്പമാണ്. കാരണം ഞാൻ പാർട്ടി വിശ്വസിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇതൊരു നീണ്ട പോരാട്ടത്തിൽ ഇത് ചെറുക്കാൻ പറ്റുന്ന നേതാവ് അദ്ദേഹം ആയതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ പിന്നെ അടുത്തൊരു എന്നോട് പറഞ്ഞു, ഇനി ഇവരാരൊക്കെ വിട്ടുപോയാലും നമ്മൾ പാർട്ടിക്കൊപ്പമാണെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയൊന്നും എനിക്ക് മനസ്സിലെ ഒരു ആത്മരോഷത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു ഗുലാം നബി ആസാദ് പോയി, ജ്യോതിരാദിത്യ സിന്ധ്യ പോയി. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സംസാരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ആര് പോയാലും ഞാൻ തോന്നുന്നുണ്ടെന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചവർ എന്ത് ചെയ്തു, ഒരു ഭാഗത്തുനിന്ന് കട്ടിയിട്ട് പറഞ്ഞു ഇന്ന നേതാവ് വിട്ടുപോയാലും ഒരു കുഴപ്പമില്ലാതെ ലിജു പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ എന്ന് പറഞ്ഞാൽ പല നേതാക്കളും ആര് പോയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞതിന് ഒരു പർട്ടിക്കുലർ നേതാവിൻ്റെ പേരങ്ങ് എടുത്തിട്ടു. എന്നിട്ട് അത് മാത്രം കട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു പൊടിക്കടങ്ങെന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ ഏത് ആരാധകരോടാണ് പറഞ്ഞത്? പോസ്റ്റർ കീറുന്ന, ആക്ഷേപിക്കുന്ന ഒരു മോബ്, ഒരു വല്ലാതെ നിൽക്കുന്ന ഒരു ആളുകളോടാണ് ഞാൻ സംസാരിച്ചത്. അതല്ലാതെ മുദ്രാവാക്യം വിളിക്കാനും പാർട്ടിക്ക് വേണ്ടി ജയിലിൽ പോകാനും അടികൊള്ളവരൊന്നും അല്ല ആക്ഷേപിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞ രീതി എന്നോട് ഇഷ്ടമുള്ള തന്നെ പലരും പറഞ്ഞു ലിജു അത് കുറച്ചുകൂടെയൊക്കെ ഒരു സമചിത്തതയോടെ പറയാമായിരുന്നു, നമ്മുടെ ശരീരഭാഷയും വല്ലാതെ മോശമായി. ഞാൻ അതിനെ നോക്കി കഴിഞ്ഞപ്പോൾ ശരിയാണത്, അത് പാലിക്കേണ്ട ഒരു കാര്യം. നമുക്ക് പറയേണ്ട രീതിയുണ്ട്, ഏത് കാര്യവും പറയേണ്ട ഒരു രീതിയുണ്ട്. അത് കുറച്ചുകൂടി സമചിത്തതയോടെ സൗമ്യതയോടെ പറയാമായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ട്.